ഹായ് ഗൈസ്, ഐ ആം മുസാഫിർ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ നമ്മുടെ റൈഡ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ യോഗി സ്റ്റാർ ഹൗസ് എന്നാണ് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫ്ലാഗ് ഓഫ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് റൈഡേഴ്സ് ഹബിലൊരു ഫ്ലാഗ് ഓഫ് ഉണ്ട്. അതും കൂടി കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇന്ന് ഗോവ പിടിക്കാനാണ് പ്ലാന്. ഏകദേശം 400 കിലോമീറ്റർ ഉണ്ട് ഗൈസ്. നമ്മുടെ വണ്ടികളുടെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ്? നമ്മുടെ കെബീറിൻ്റെ വണ്ടി ഫുൾ ലഗേജാണ് ഗൈസ്. വിചാരിച്ചതിനേക്കാളും ലഗേജ് കൂടുതലാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഇതെൻ്റെ വണ്ടി, ഇത് നമ്മുടെ കൊണ്ടോട്ടിയുടെ, ഇത് പിന്നെ നമ്മുടെ ഇക്രുവിൻ്റെ ഫുൾ സെറ്റിലാണ് ഗൈസ്. ഇക്രു പോണ്ടേ നമുക്ക് പോണ്ടേ. അപ്പൊ ഗൈസ് ആരിക്കും മൊത്തം നിന്നെ ഞാൻ ഇന്ന് വ്ളോഗിൽ കാണിച്ചിരിക്കണം ഗൈസ്. അങ്ങനെ ഞങ്ങള് മെല്ലെ ഇറങ്ങി ഗൈസ്. 4 വണ്ടികളാണ് ലഡാക്ക് താണ്ടാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സുജേഷ് നമ്മുടെ വീഡിയോ എടുക്കുന്നുണ്ട് ഗൈസ്. സെക്കൻഡ് ഫ്ലാഗ് ഓഫിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഫ്ലാഗ് ഓഫും കഴിഞ്ഞ് നേരെ മാംഗ്ലൂർ വഴി നമ്മൾ ഗോവ പിടിക്കും. താങ്ക് യു ബ്രോ. അങ്ങനെ എടുത്തോടാ, ലഡാക്ക് നോക്കാം. നിങ്ങൾക്ക് കിട്ടുന്നത് കിട്ടീനെ ഈ സാധനം? അയ്യോ, സ്നേഹത്തിൻ്റെ വെള്ളം. താങ്ക് യു. ഓക്കടാ, ഞാൻ ഈ ട്രിപ്പിൽ ഏറ്റവും മിസ് ചെയ്യുന്നത് ഞാൻ നിന്നെ മാത്രമാണ് സുജയ്. നിന്നെ മാത്രമാണ് ഞാൻ മിസ് ചെയ്യുന്നത്. അങ്ങനല്ല, പിന്നെ എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കും. എന്തുണ്ടെങ്കിലും ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും സെറ്റ് ഗ്രൂപ്പിലിട്ടോ, നമ്മളെല്ലാം നോക്കിക്കൊണ്ടുണ്ടാവും. ഓക്കെ, ഏതായാലും സെറ്റ് ആയിട്ടെ. ഇത്ര പ്രതീക്ഷയില്ല. ഓക്കടാ മൊത്തേ ഫുള്ള് സെറ്റ് ഗൈസ്. ഇവനാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റാക്കി തന്നത്. മൊത്തത്തിലൂടെ സെറ്റാക്കി തന്നത് ഇവനാണ്. സുജയ് ഒന്ന് ക്യാമറയിൽ കാണിക്കൂ. ഓക്കെ, സെറ്റ്. ഓക്കെടാ, താങ്ക് യു ഗൈസ്. അപ്പോൾ നമ്മുടെ കൂടെ യാത്രയൊക്കെ വന്നവരൊക്കെ അവിടെ അവർ മടങ്ങി. അപ്പോൾ അതിൽ കുറേ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. എല്ലാവർക്കും പോകാൻ നല്ല താല്പര്യമുണ്ട്. ചില ആൾക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലം, ചില ആൾക്ക് ലീവ്, അങ്ങനെ ആ പ്രോബ്ലം, ഫാമിലി, അങ്ങനെ കുറേ ഇതുള്ളത് കൊണ്ടാണ് അവർക്കൊന്നും വരാൻ പറ്റാത്തത്. അവർക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അത് അവരൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ചങ്ങായിനെ കണ്ണെന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. അത്രക്കും ചങ്ങായി ആഗ്രഹിച്ച് ഇങ്ങനെ കൊതിച്ച് നിൽക്കുകയാണ്. അവർക്കൊക്കെ പോകാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ ഗൈസ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. നല്ല ചോറും, നല്ല നാടൻ ചോറും സാമ്പാറും, വെജാണ്, പപ്പടം ഒക്കെ ഉണ്ട്. എങ്ങനെയുണ്ട്? ഇത് കിട്ടൂല അല്ലേ ഗൈസ്? വണ്ടി ഒന്ന് വെച്ചെടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് വീണു. പൊക്കാൻ പറ്റൂല. ഒന്ന് കഴിയോ. ഓക്കെ, ലഗേജ്. എന്ത് നീ ഇതിലെന്തിന് വെള്ളം കയറ്റി? അതെ, നമ്മുടെ ചെറിയ ചെറുതായിട്ടൊന്ന് പൊട്ടി. അതിന്റെ മൗണ്ടാണ് പൊട്ടിയത്. സീനില്ല, തലപ്പാടിക്ക് എത്തിയതേ ഉള്ളൂ. ചെറിയ സങ്കടമുണ്ട്, എന്നാലും തരല. നമ്മള് പെട്രോൾ അടിച്ചു. ഫുൾ ടാങ്ക് ആണ്. 1500 രൂപയ്ക്ക് നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. ഏകദേശം 4 പേർക്ക് ചോറാണ്, നമ്മളെ സാധാ ചോറും സാമ്പാറും ഒക്കെ. അപ്പോൾ 4 പേർക്കും കൂടി ഏകദേശം 250 രൂപ. അതിൽ പിന്നെ ചായ ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരാൾക്ക് 60 രൂപയാണ് ചിലവ്. അപ്പോൾ ഞാൻ കഴിവതും നമ്മുടെ ഈ വ്ളോഗിൽ എത്ര എക്സ്പെൻസ് ആവുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോ വ്ളോഗിലും പറയും.
അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ടോട്ടൽ വീഡിയോ നമുക്ക് ചെയ്യാം, മൊത്തത്തിൽ എത്ര ചിലവ് വരുന്നുണ്ട് എന്നുള്ളത്. ഏകദേശം മാംഗ്ലൂരിലേക്ക് എത്താറായി. കുറേ ഞങ്ങൾ സ്റ്റക്കായി, അവിടെ ഉപ്പള മൊത്തം ബ്ലോക്കായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചോറ് കഴിക്കാൻ കയറി, അവിടെ കുറച്ച് സമയം ലേറ്റായി. ഇനി ഏകദേശം നമ്മൾ ഗോവ എത്തുമ്പോഴേക്കും രാത്രിയാകും. ഏകദേശം 150 കിലോമീറ്റർ ഓടുമ്പോൾ തന്നെ ആസനത്തിന് ചെറിയ പണി വരുന്നുണ്ട്, ആസനത്തിന് ചെറിയൊരു വേദനയുണ്ട്. അപ്പൊ ഞാനൊന്ന് എണീറ്റിക്കാം. സെറ്റ് നല്ല കാറ്റടിക്കുന്നുണ്ടാവും, സൗണ്ടൊന്നും ക്ലിയർ ഉണ്ടാവില്ല. ഇത് ഏകദേശം 4ാമത്തെ എന്തോ പാലാണ് ഇവിടെ, മറ്റേ വൃന്ദാപുരം കഴിഞ്ഞിട്ട് കൊള്ളൂർ റിവർ. അയ്യോ വലിയ പാലാണല്ലോ, സെറ്റ്. എന്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ. ഫ്രീ റോഡ്, 2 സൈഡും പുഴ, നടുവിലൂടെ പാലം, സെറ്റ്. അപ്പോ 2ാമത്തെ ചെറിയൊരു സംഭവം കൂടി നടന്നു ഗൈസ്. ആദ്യം നമ്മുടെ ചെറിയ ഇത് പൊട്ടി വീണിട്ട്, 2ാമത്തത് എന്റെ സ്റ്റാൻഡ് ഫ്ലാഗ് ഒന്നിച്ചു പോയി. സോറി മോനെ സുജി. അതിനേക്കാള് കോമഡി എന്നെ പോയത് കണ്ട് കളിയാക്കിയ ചങ്ങൈൻ്റെത് പോയി. ആരാണെന്ന് ഞാൻ പറയില്ല, വേറെ തുപ്പി കാണിച്ചു തരാം. ഇരുട്ടാവാൻ തുടങ്ങി. 6:45, 6:45. ഓ, ഒരു നായ ഓടിയിരുന്നു. രാത്രിയാവാൻ തുടങ്ങി. ഇനി ചിലപ്പോ ക്യാമറ ക്ലിയർ ഉണ്ടാവില്ല, പറ്റുന്ന വിഷ്വൽസ് ഒക്കെ കാണിച്ചു തരാം. അല്ലെങ്കിൽ ചിലപ്പോ ഈ ക്യാമറ നാളെ ആയിരിക്കും ഓടുന്നുള്ളത്. ആസിഫിന്റെ ഐഫോണാണ് നമ്മുടെ പ്രതീക്ഷ. ചങ്ങായിൻ്റെ ചാർജും ഇല്ല. ഇവിടെ കാസർഗോഡ് ഉണ്ട്. ഇവിടെ അടുത്ത് തന്നെ 2 കിലോമീറ്റർ. അത് ശരി. അപ്പൊ വേറൊരു കാസർഗോഡ് കിട്ടിയിരിക്കുന്നു ഗൈസ്. നിങ്ങളെ പേരെന്താ? അബ്ദുല്ല. ആയിക്കോട്ടെ ഗൈസ്. നമ്മുടെ ആദ്യത്തെ ടണല്, നമ്മൾ പോകുന്ന റൂട്ടിലുള്ള ആദ്യത്തെ ടണലാണ് നമ്മള്. അയവ സൗണ്ട് ഒക്കെ ഏതാ സൗണ്ട് അറിയോ? അയവ 2ാമത്തെ ടണല്. അയവ സെറ്റ്. എന്താ മേലെ ലൈറ്റിൽ കാണുന്നുണ്ടല്ലോ. ഇതൊന്നും വല്ല മോനെ ടണലാണ്, അടൽ ടണല് ഗൈസ്. 2ാമത്തെ പെട്രോൾ പമ്പിലേക്ക് കയറ്റി ഗൈസ്. ഇവിടെ എത്രയാണ് റേറ്റ്? 95, 68 പൈസയാണ് ഗോവയിലുള്ള എണ്ണൻ്റെ പൈസ. നമ്മുടെ നാട്ടിൽ എത്ര ഉണ്ടോ? 160 ഉണ്ട്. അപ്പോൾ ഏകദേശം 11 രൂപയുടെ ഡിഫറൻറ്റ് ഉണ്ട്. 11 ഉറുപ്പിൻ്റെ ഡിഫറൻറ്റ് ഉണ്ട്. ഇപ്പോൾ ഏകദേശം എണ്ണ അടിച്ചതിന് ശേഷം ഒരു 300 കിലോമീറ്റർ ഓടി. പക്ഷേ അതിന് 100 കിലോമീറ്റർ ഓടും. പക്ഷെ നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴേ അടിക്കുകയാണ് ഗൈസ്. 1048 രൂപ 10 ലിറ്റർ, ഏകദേശം 11 ലിറ്ററിൻ്റെ അടുത്ത് അടിച്ചിപ്പോൾ. അപ്പം 4 ലിറ്റർ ഇതിലുണ്ടായിരുന്നു. ഗൈസ്, ഇതാണ് നമ്മുടെ റൂം. AC, സ്വിമ്മിങ് പൂൾ. അങ്ങനെ ഞങ്ങളെ ഒരുത്തം പറ്റിച്ചു, ബുക്ക് ചെയ്ത് ഒരുത്തം പറ്റിച്ചു. അത്യാവശ്യം ക്ലീൻ ഉണ്ട് ഇവിടെയൊക്കെ. ബുക്ക് ചെയ്ത ചങ്ങായി പറ്റിച്ചു. പിന്നെ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു റൂം നോക്കി ബുക്ക് ചെയ്തു. 1700 റേറ്റ്. ഓക്കെ ഗൈസ്, ഒരു 11 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ എത്തി. ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ 2 പണിയാണ് കിട്ടിയത്. ഇന്ന് രാത്രി 2 പണിയാണ് കിട്ടിയത്. ഒരു പണിയെന്ന് വെച്ചാൽ ഞങ്ങൾ ബുക്ക് ചെയ്ത റൂം വിളിച്ച ചങ്ങായി എടുത്തില്ല. ഞങ്ങൾ തൊട്ടടുത്തുള്ള വേറൊരു റൂം എടുത്തു. 2ാമത്തെ പണി എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ കഴിച്ച ഫുഡ് ഞങ്ങൾ ആദ്യം റേറ്റ് ചോദിച്ചിരുന്നില്ല. അപ്പോൾ ഒരു പൊറോട്ടയ്ക്ക് ഏകദേശം എത്രടാ? ഏകദേശം 75 രൂപയാണ് എടുത്തത് ഒരു പൊറോട്ടയ്ക്ക്.
അപ്പോൾ എല്ലാവരും അതിന് ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ ആദ്യം റേറ്റൊക്കെ ചോദിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രം കഴിക്കുക. എന്നാൽ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ അറിയിക്കണം. ഓക്കെ, താങ്ക് യു.